കനത്ത മഴയിൽ തൃശൂർ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിനകത്ത് വെള്ളക്കെട്ട്. കോടികൾ ചെലവഴിച്ച് കഴിഞ്ഞ വർഷം പണിത കെട്ടിടത്തിനകത്താണ് വെള്ളക്കെട്ട്. മുകളിലത്തെ നിലയിലെ ജോലികൾ പൂർത്തിയാകാതെ വന്നതോടെയാണ് കെട്ടിടത്തിനകത്ത് വെള്ളം കയറിയത്. MS ലിഷോയ് വിവരങ്ങളുമായി. ലിഷോയ്, മഴ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കാലവർഷം നാളെയാണ് ഒഫീഷ്യലായി എത്തുന്നത്. അതിനു മുൻപേ ഈ കെട്ടിടം വെള്ളത്തിലാണെങ്കിൽ പിന്നെ ഇനി അങ്ങോട്ട് എന്താവും അവസ്ഥ എന്ന് പറയേണ്ടതില്ലല്ലോ. ഇതെങ്ങനെയാണ് ഈ പുതിയ കെട്ടിടത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? അതായത് ഈ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയുടെ പ്രവർത്തനങ്ങളാണ് പൂർണ്ണമായും സജ്ജമായിട്ടുള്ളത്. പക്ഷേ മുകളിലത്തെ നില പൂർണ്ണമായും പണി കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ അതിനകത്തേക്ക് വെള്ളം കയറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഈ പഞ്ചായത്തിൽ, എരുമപ്പെട്ടി പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത്. പക്ഷേ ഇവിടെ അതീവ അലംഭാവമാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത്. കാരണം ഏകദേശം 2 കോടിയിലധികം രൂപ മുടക്കി കഴിഞ്ഞ വർഷമാണ്, ഈ ഇലക്ഷന് തൊട്ട് മുൻപാണ് ഈ കെട്ടിടത്തിൻ്റെ, അതായത് ഈ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ എല്ലാം തന്നെ പൂർണ്ണമായ ജോലികൾ പൂർത്തിയാക്കിയത്. പക്ഷേ ഒരു നില ഇനിയും പണിയാനുണ്ട്, മുകളിലത്തെ നില ഇനിയും പണിത് പൂർത്തിയാക്കാനുണ്ട്. അവിടെ താൽക്കാലികമായി ഷീറ്റ് മാത്രമാണ് ഇട്ടിരുന്നത്. ഇതിലൂടെ വെള്ളം ഇറങ്ങുകയും പിന്നീട് ഈ കെട്ടിടത്തിൻ്റെ ഓഫീസ് റൂമുകൾക്കും അതിനോടൊപ്പം തന്നെ കൗൺസിലർമാരിരിക്കുന്ന ഇടങ്ങളിലേക്കും കൂടാതെ ഫയലുകൾ സൂക്ഷിച്ചിരുന്ന ഇടത്തേക്കും ഒക്കെ തന്നെ വെള്ളം കയറുകയായിരുന്നു. തുടർന്ന് ഈ കോൺഗ്രസ് അംഗങ്ങൾ അവിടെ എത്തി പ്രതിഷേധിക്കുകയും ചെയ്തു. അതേസമയം അറ്റകുറ്റപ്പണിക്കായി ഈ മുകളിലത്തെ ഷീറ്റ് മാറ്റിയത് മൂലം വെള്ളം പെട്ടെന്ന് മഴ പെയ്തപ്പോൾ അകത്തേക്ക് കയറിയതാണ് എന്നുള്ള ഒരു വിശദീകരണമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. അതേസമയം തന്നെ ഇന്നലെയും ഒക്കെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ കനത്ത മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പൊക്കെ ലഭിച്ചതാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ ഉയരുന്നൊരു ചോദ്യം. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.